നാസർ, ഈ ചർച്ച ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഹരിഗോവിന്ദ്, ഇതിൽ കൃത്യമായിട്ട് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത് ഈ ആണവ പദ്ധതി എന്തായാലും പൂർണ്ണമായി തന്നെ ഇറാൻ നിർത്തിവെക്കണം. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ നേരത്തെ തന്നെ ഇറാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ഇത് സാധ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പരോക്ഷ ചർച്ചയ്ക്കിടയിൽ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് നേരിട്ട് തന്നെ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ അല്പം മുമ്പ് പുറത്തു വരുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒരു കരാറിലേക്ക് എത്താൻ ഇറാന്റെ ഭാഗത്തു നിന്ന് അവർക്ക് നൽകാവുന്ന ഒരു മാക്സിമം ഇളവാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം. വേണമെങ്കിൽ താൽക്കാലികമായ ഒരു സമയത്തേക്ക് നിർത്തിവെക്കാം. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടം അംഗീകരിക്കാം. അതോടൊപ്പം തന്നെ ആണവായുധം ഒരു നിലയ്ക്കും ഇറാൻ കൈക്കൊള്ളുകയില്ല അല്ലെങ്കിൽ നിർമ്മിക്കുകയില്ല എന്നെ സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള ഉറപ്പ് നൽകാം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അമേരിക്കക്ക് സ്വീകാര്യമായിട്ടില്ല. അവർ ആഗ്രഹിക്കുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ ആണവ പദ്ധതിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളും പൂർണ്ണമായി തന്നെ നിർത്തിവെക്കണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റണം എന്ന വളരെ കടുത്തൊരു നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. കാരണം ഇത് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്ന അതേ നിർദ്ദേശമാണ്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. ആ പദ്ധതി ഇല്ലാതാക്കണം. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും. അത് വലിയ ദീർഘദൂര മിസൈലുകളുടെ ശേഷി ഇപ്പോൾ ഇറാനുണ്ട്. അത് വളരെ പരിമിതപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പ്, ഇസ്രായേലിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നൊരു മുന്നറിയിപ്പാണ് നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം അമേരിക്ക നടത്തിയിരുന്നു. പക്ഷേ ബാലിസ്റ്റിക് മിസൈലും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പ്രോക്സികൾക്ക് സഹായം നൽകുന്നതും ഈ രണ്ട് കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അസന്നിഗ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ച പൂർണ്ണമായിട്ടും ആണവ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അതിലൊരു നീക്കുപോക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്ന് പകൽ നടന്ന ചർച്ചയിൽ രൂപപ്പെട്ടിരുന്നു. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇറാൻ നിർത്തിവെച്ചാൽ തന്നെയും അതൊരു വലിയൊരു സാധ്യതയായിരുന്നു. പക്ഷെ ആ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇറാനുമേൽ തുടരാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിക്കുന്നതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർഗം എന്നത് ആക്രമണത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയായിരിക്കും. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ ചർച്ച എങ്ങനെ സമാപിക്കുന്നു, ഇനി ഈ ചർച്ച വീണ്ടും നാളെയോ മറ്റോ തുടരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇറാന് താൻ നൽകിയിരിക്കുന്ന സമയപരിധി ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ സാവകാശം ഇറാന് നൽകാനുള്ള സാധ്യത വിരളമാണ്. കാരണം രേഖാമൂലമുള്ള ഒരു കരട് നിർദ്ദേശമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത്. ആ നിർദ്ദേശത്തിന്മേലാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ജനീവയിൽ ഇരു കൂട്ടരും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച തുടരുന്നത്. എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ അത് സംബന്ധിച്ചൊരു തീർപ്പ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരിക്കും. അങ്ങനെ ഒരു കരാറിൽ എത്തുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് തന്നെയാണ് തങ്ങൾ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് അമേരിക്കയും ഇറാനും ഒരേപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതല്ല കൂടുതൽ ആപൽക്കരമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ പല തലങ്ങളിലേക്ക് ആ യുദ്ധം നീങ്ങാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഉള്ളതുപോലെ ഒരു പരിമിതമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തിയാൽ പോലും വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും. അതൊരു മേഖലാ യുദ്ധമായിട്ട് മാറുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നേതൃത്വം ഇന്നും നൽകിയിരിക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് നീക്കം നടത്തും. പക്ഷേ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ആദ്യം ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം, ഒരു ആലോചന നടക്കുന്നുണ്ട്. തുടർന്ന് അമേരിക്ക അതിന്റെ പങ്കാളിത്തം വഹിക്കുക എന്ന അർത്ഥത്തിലേക്കും ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ രാത്രി വളരെ നിർണായകമായിരിക്കും. കാരണം ഈ ചർച്ചയിലൂടെ ഏതെങ്കിലും ഫലപ്രദമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്താൻ സാധിക്കുമോ എന്നത് തന്നെ ആയിരിക്കും പ്രധാനം. അതല്ല എങ്കിൽ ട്രംപ് എന്നൊരൊറ്റ വ്യക്തിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തങ്ങളെന്ന് അമേരിക്കൻ സേന അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ടായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഹരിഗോവിന്ദ്.